കൊച്ചിയിലെ ഏറ്റവും അപ്കമിങ് ഏരിയ എന്ന് പറഞ്ഞാൽ കാക്കനാടാണ്. NRI അവരുടെ അടുത്ത് സാറിനുള്ളൊരു അഡ്വൈസ് എന്താണ്? അവര് എവിടെയാണ് ഏറ്റവും ബെറ്റർ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്? ഇൻവെസ്റ്റ് ചെയ്യാൻ 5 സെന്റ് മേടിച്ചാലും 10 സെന്റ് മേടിച്ചാലും തീർച്ചയായിട്ടും അതനുസരിച്ചുള്ള റിട്ടേൺ കിട്ടും. മാർക്കറ്റ് റേറ്റിലും കുറച്ച് നമുക്ക് വേണമെങ്കിൽ വീടും മേടിച്ചെടുക്കാൻ പറ്റും. എൻ്റെ പേര് ബാബു മാത്യു. ഞാൻ മാറ്റിസൺസ് ഗ്രൂപ്പിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ്. മാറ്റിസൺസ് ഗ്രൂപ്പ് ആക്ച്വലി 47 years ആയി ഇപ്പോൾ തുടങ്ങിയിട്ട്. 47 year ആയ കമ്പനി ഞങ്ങൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് എന്താണെന്ന് വെച്ചാൽ മെയിൻലി we are into frozen food manufacturing, we are an export house, and we are into construction, and now we have entered into real estate. Construction, we did it for about 10-12 years, and we have done about 5 projects. 5 commercial buildings ഇവിടെ കൊച്ചിയിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇപ്പോൾ ഞങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന for the last 30 years we are into real estate, and we have floated a company called Mattisons Realty, which is an initiative of Mattisons. Mattisons Realtyയിൽ നമ്മൾ ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആർക്കെങ്കിലും പ്രോപ്പർട്ടി മേടിക്കാനോ വിൽക്കാനോ ഉണ്ടെങ്കിൽ we will help them out. We will do all the necessary paperworks എല്ലാം നമ്മൾ ചെയ്തു കൊടുക്കും. നമുക്ക് ഒരു ടീം ഓഫ് പീപ്പിൾ ഉണ്ട്. കമേഴ്ഷ്യൽ ബിൽഡിംഗ് ആണെങ്കിൽ ആൾക്കാരുണ്ട്, റെസിഡൻഷ്യൽ ആണെങ്കിൽ അതിന് വേറെ ആൾക്കാരുണ്ട്. പിന്നെ വി ഹാവ് എ പ്രൈമറി ഡിവിഷൻ വേറെ നമ്മൾ മറ്റ് ബിൽഡേഴ്സിൻ്റെ, ഇവിടെ കൊച്ചിയിലുള്ള ഏതാണ്ട് 21ഓളം ബിൽഡേഴ്സിൻ്റെ ചാനൽ പാർട്ട്ണറാണ് ഞങ്ങൾ. ആ 21ഓളം ബിൽഡേഴ്സിൻ്റെ ഏതെങ്കിലും നല്ല ബിൽഡേഴ്സിൻ്റെ അപ്പാർട്ട്മെൻറ്റ് മേടിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അഡ്വർടൈസ് ചെയ്ത് ഈ കമ്പനികളുടെ ഓരോ ബിൽഡേഴ്സിൻ്റെയും അഡ്വർടൈസ്മെൻറ്റ് നമ്മൾ റിലീസ് ചെയ്തിട്ട് ആ കിട്ടുന്ന ലീഡ് നമ്മൾ വിളിച്ച് കൺവേർട്ട് ചെയ്ത് കൊടുക്കുന്നതിന് നമ്മൾ വി ഗെറ്റ് എ കമ്മീഷൻ ഫ്രം ദി builder, so-called builders. That is one activity what we do. Secondary operation, we do property sourcing of property, like acquiring major land for corporates or semi-government institutions. What we do mainly. അത് കൂടാതെ ചെറിയ വലിയ പ്രോപ്പർട്ടീസ് സ്പ്ലിറ്റ് ചെയ്ത് പ്ലോട്ട്സ് ആക്കിയിട്ട് അത് പ്ലോട്ടായിട്ട് റെസിഡൻഷ്യൽ പ്ലോട്ട്സ് ആയിട്ട് വിൽക്കുന്നുണ്ട്. അങ്ങനത്തെ ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യുന്നുണ്ട്. സാർ, ഇപ്പം ഒരു ഇൻവെസ്റ്റർ കേരളയിൽ ഒരു നല്ല രീതിയിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ഇൻവെസ്റ്റർ വരുവാണെങ്കിൽ ആൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ലൊക്കേഷൻ, ആളുടെ ഇൻവെസ്റ്റ്മെന്റിനെ സേഫ് ഗാർഡ് ചെയ്യാൻ പറ്റുന്നതും ആൾക്ക് നല്ലൊരു ഈൽഡ് കിട്ടുകയോ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ലൊക്കേഷനെ കാര്യമാണ്. ഇപ്പോഴത്തെ കൊച്ചിയിലെ ഏറ്റവും അപ്കമിങ് ഏരിയ എന്ന് പറഞ്ഞാൽ കാക്കനാടാണ്. കാക്കനാടിനോട് ഒരു 3-4-5 കിലോമീറ്റർ റേഡിയസിൽ, കാക്കനാടിൻ്റെ ചുറ്റുമുള്ള റേഡിയസിൽ എവിടെ ഇൻവെസ്റ്റ് ചെയ്താലും നഷ്ടം വരില്ല. കാക്കനാടിലെ ഇൻഫോ പാർക്ക് സെൻറ്റർ പോയിൻ്റ് ആയിട്ട് അവിടെ നിന്ന് ഒരു 5 കിലോമീറ്റർ റേഡിയസിൽ ഏത് പ്രോപ്പർട്ടിയിലും ഇറ്റ് ഷുഡ് ബി പക്ക ലാൻഡ്, പുരയിടമായിരിക്കണം, നിലമായിരിക്കരുത്. അങ്ങനെയുള്ള പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ഇപ്പോൾ 5 സെൻറ്റ് മേടിച്ചാലും 10 സെൻറ്റ് മേടിച്ചാലും തീർച്ചയായിട്ടും അതനുസരിച്ചുള്ള റിട്ടേൺ കിട്ടും. പിന്നെ കുറച്ച് കൂടുതൽ കാശുള്ള ഒരാളാണ്, ഫോർ എക്സാമ്പിൾ കുറച്ച് കോടികളുണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയാണെങ്കിൽ, ഇവിടെ പല പല പ്രോജക്ട്സ് വരുന്നുണ്ട്. ഇപ്പോൾ കാക്കനാട് തന്നെ മെഡിക്കൽ കോളേജിൻ്റെ അടുത്തായിട്ടാണ് കോടതിയുടെ ഒരു കോംപ്ലക്സ് വരുന്നത്, ഒരു സിറ്റി വരുന്നത്. അതായത് സിറ്റി എന്നാണ് അവർ വിളിക്കുന്നത്. ബിക്കോസ് എല്ലാ കോടതികളുടെയും കൂടിയുള്ള ഒരു 27 acres ഓൾറെഡി ഗവൺമെൻറ് ഓർഡർ ആയിട്ടിരിക്കുകയാണ്. അതിനോട് ചുറ്റുവട്ടത്തുള്ള ഏരിയ എല്ലാം ഡെവലപ്പ് ചെയ്യും. പണ്ട് കാക്കനാട്ടിലേക്ക് സിവിൽ സ്റ്റേഷൻ വന്നപ്പോൾ എങ്ങനെ ഡെവലപ്പ് ചെയ്തോ അതുപോലെ ഇത് എൻ്റയർ ഹൈക്കോടതി എല്ലാം അങ്ങോട്ട് ഷിഫ്റ്റ് ആവുക. അപ്പോൾ അത് മേ ബി 4-5 years നടക്കുമായിരിക്കും. ആ 4-5 years കൊണ്ട് അതിന് ചുറ്റുവട്ടത്തും ഡെവലപ്പ് ചെയ്യാൻ. അതുപോലെ ഏത് മേജർ റോഡുകളോ മേജർ പാലങ്ങളോ അല്ലെങ്കിൽ മേജർ ആക്സസ് ഉണ്ടാക്കുന്ന ഏത് ആക്സസിന് മുമ്പിലോ അതിന് ചേർന്നിട്ടുള്ള സ്ഥലങ്ങൾ മേടിച്ചിട്ട് ഒരിക്കലും നഷ്ടം വരത്തില്ല. ഇനി അത് ഗവൺമെൻറ് അക്വയർ ചെയ്ത് പോയാൽ തന്നെയും അതൊരു നല്ല പ്രൈസ് നമുക്ക് കിട്ടും. മേടിച്ചിട്ട് 5 കൊല്ലം കഴിഞ്ഞിട്ട് ഇനി ഗവൺമെൻറ് ആ റോഡ് വൈഡനിങ് അത് എടുത്തു പോവുകയാണെങ്കിൽ നമുക്ക് അതിനകത്ത് പൈസ കിട്ടാനുള്ള സാധ്യത. ഇപ്പോൾ ഇവിടെ ഇത് കൂടാണ്ട് ഇപ്പോൾ കാലടി അപ്പുറത്തായിട്ട് ഗിഫ്റ്റ് സിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലം ഗവൺമെൻറ് അക്വയർ ചെയ്തിട്ട് അദാനി ഗ്രൂപ്പിനാണ് അത് കൊടുത്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അതൊരു 10-500 acre സ്ഥലം, അതൊരു ടൗൺഷിപ്പ് മാതിരിയാണ് വരുന്നത്. അപ്പോൾ ഇമാജിൻ എയർപോർട്ടിൽ നിന്നൊരു 10 kilometer റേഡിയസ്, അത് എയർപോർട്ടിൻ്റെ സെൻറ്റർ പോയിന്റ് ആയിട്ട് വരുന്ന 10 kilometer റേഡിയസിൽ വരുന്ന ഡെവലപ്മെൻറ്റാണ്. അതൊരു വലിയ ടൗണായിട്ട് വരും. ബോംബെയിൽ ന്യൂ ബോംബെയൊക്കെ ഡെവലപ്പ് ചെയ്ത മാതിരി
ഈ ഗിഫ്റ്റ് സിറ്റിയും സറൗണ്ടിങ്സ് ആയിട്ട്. അപ്പോൾ എയർപോർട്ടിന്, ഇന്റർനാഷണൽ എയർപോർട്ട് ഇത്രയും ഡെവലപ്പ് ചെയ്തതിൻ്റെ ചുറ്റുവട്ടത്ത് ഇതുപോലെ 10 കിലോമീറ്റർ റേഡിയസിൽ, കാക്കനാടിൽ നിന്ന് ഒരു 5 to 10 കിലോമീറ്റർ റേഡിയസിൽ പുത്തൻകുരിശ് വരെ പോകും ആ ഡെവലപ്മെന്റ്. സാർ, ഇപ്പോൾ ലാൻഡ് മേടിക്കണമെങ്കിൽ നമുക്കിപ്പോൾ എന്തൊക്കെയാണ് ഒരു കസ്റ്റമറിന് ശ്രദ്ധിക്കേണ്ടത്? അതിപ്പം ഈ മാർക്കറ്റിൽ ഇപ്പം ലാൻഡ് മേടിക്കാൻ പറ്റിയൊരു ടൈമാണ്. ലാൻഡ് മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. പണ്ടേ ഉള്ള കാര്യങ്ങളിലൊക്കെ ഗവൺമെന്റ് പുതിയ പുതിയ നിയമങ്ങളൊക്കെ ആക്കിക്കൊണ്ട് വരുന്ന സ്ഥിതിക്ക്, പണ്ടൊക്കെ സാധാരണ ഒരു ലാൻഡ് മേടിക്കണമെങ്കിൽ ആധാരം, മുന്നാധാരം, അതിൻ്റെ EC, അതിൻ്റെ ലാൻഡ് ടാക്സ്, അല്ലെങ്കിൽ അതിൻ്റെ ലൊക്കേഷൻ സ്കെച്ച്, പൊസഷൻ സർട്ടിഫിക്കറ്റ്, ഇത്രയും കാര്യങ്ങളൊക്കെ മതിയായിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ പല സംഗതികളും ഇപ്പം നമ്മളൊരു പുറത്തുള്ള ഒരാളുടെ നിന്നാണ്, ഒരു NRIയുടെ ആയിരുന്നു അല്ലെങ്കിൽ പുറത്തുള്ള ഒരു പാസ്പോർട്ടുള്ള ആളുടെ നിന്ന് മേടിക്കുകയാണെങ്കിൽ നമ്മൾ TDS കട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ, അതെല്ലാം അങ്ങനെ പല കാര്യങ്ങളും, ഡെപ്പോസിറ്റിൻ്റെ കാര്യങ്ങൾ മുതൽ അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പം ഈ ഒക്ടോബർ മുതൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന ഡിജിറ്റൽ സർവേ ചെയ്തിട്ടുണ്ട് ഗവൺമെൻറ്. ഒരുമാതിരി എല്ലാ വില്ലേജുകളിലും അവർ 90% വില്ലേജുകളിൽ ഡിജിറ്റൽ സർവേ ചെയ്തു. ഇനി IILMS എന്ന് പറയുന്ന ഇൻറ്റിഗ്രേറ്റഡ് ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്ന എൻ്റെ ഭൂമി എന്നുള്ള ഇതിൽ സൈറ്റിൽ ചെന്ന് നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസ്, സർവേ നമ്പർ അടിച്ച് നോക്കിയാൽ ആ പ്രോപ്പർട്ടി എത്ര എക്സ്റ്റെൻഡ് ഉണ്ടെന്നും എത്രയാണെന്നും ഡിജിറ്റൽ സർവേയിൽ എത്രയാണെന്നും ആധാരത്തിൽ എത്രയാണെന്നും നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഇതിപ്പോൾ ആ വ്യത്യാസം നോക്കിയിട്ട് വേണം നമ്മൾ മേടിക്കാനായിട്ട്. ഡിജിറ്റൽ സർവേ കഴിഞ്ഞുവെങ്കിലും നമ്മുടെ പ്രോപ്പർട്ടിയിലെ നമ്മുടെ കയ്യിലിരിക്കുന്ന ആധാരം വെച്ച് ചിലപ്പോൾ 50 കൊല്ലമായിട്ടിരിക്കുന്ന ആധാരമായിരിക്കും, എടുത്തിട്ട് നമ്മൾ നാളെ വിൽക്കാനായിട്ട് ചെല്ലുമ്പോഴായിരിക്കും ഈ സംഗതിയെല്ലാം മാച്ച് ആവാണ്ട് വരുമ്പോൾ വീണ്ടും ഡിലേ വരാനുള്ള ചാൻസ്. ഇത് കൂടാതെ കഴിഞ്ഞ 5-8 കൊല്ലമായിട്ട് ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന നിലമാണോ പുരയിടമാണോ എന്നുള്ളത്. ഈ നിലമാണോ പുരയിടമാണെന്നുള്ളത് ആൾക്കാരെ, നമ്മൾ ഒരു വീട് വെച്ച് താമസിക്കുകയായിരിക്കും, വീട് വിൽക്കാൻ ചെല്ലുമ്പോഴായിരിക്കും അത് നിലം എന്നുള്ള സ്റ്റാറ്റസ് ആയിരിക്കും. അത് നമ്മൾ മാറ്റിയെടുക്കുക എന്നുള്ളത് ഒരു വലിയ ഇമ്പോർട്ടൻസ് സംഗതി. അത് വിൽക്കണ സമയത്തായിരിക്കും നമ്മൾ ആധാരം എടുത്ത് ടാക്സ് അടയ്ക്കാൻ ചെല്ലുമ്പോഴായിരിക്കില്ല അറിയുന്നത്, ഇതിപ്പോൾ നിലമാണെന്നും പറഞ്ഞാൽ കിടക്കുന്നത്. അപ്പോൾ അത് മാറ്റിയെടുക്കുക എന്നുള്ളൊരു ഹെർക്കൂലിയൻ ടാസ്ക്കാണ്. ഇപ്പോഴത്തെ നിലപാടിൽ 2 മുതൽ 3 കൊല്ലം വരെ എടുക്കുന്നുണ്ട്. കാര്യം പെട്ടെന്നാക്കി എന്നൊക്കെ ഗവൺമെൻറ് പറഞ്ഞുവെങ്കിലും അത് വളരെയധികം സമയമെടുക്കുന്ന ഒരു പരിപാടി. അപ്പോൾ നിങ്ങൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിലും നിങ്ങളുടെ ആധാരമൊക്കെ എടുത്ത് ടാക്സൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്കറിയാം നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത്. എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ചെയ്തു വെച്ചോ, വിൽക്കണമെന്നില്ല. അറ്റ്ലീസ്റ്റ് ഈ വക കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു വെക്കണം, നന്നായിരിക്കും. സാർ, ഇപ്പം റീസെറ്റിൽ ചെയ്യാൻ NRI, അവരുടെ അടുത്ത് സാറിനുള്ളൊരു അഡ്വൈസ് എന്താണ്? അവർ എവിടെയാണ് ഏറ്റവും ബെറ്റർ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്? അത് പ്രോപ്പർട്ടിയിലാണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സെക്ടറിലാണോ? എന്തായിരിക്കാം സാറിന് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന അഡ്വൈസ്? ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ കൊച്ചിയിലോ അല്ലെങ്കിൽ കേരളത്തിലോ എവിടെയാണെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ ഇപ്പോൾ വീട് മേടിക്കണ കാര്യം, ഒരു മിനിമം ഒരു പുറത്തുനിന്ന് വന്ന ആൾക്ക് ഒരു വീട് വേണം, മനസ്സിലായില്ലേ? ഒരു വീട് താമസിക്കാനുള്ള സൗകര്യം വേണം. അത് ഇഷ്ടംമാതിരി അവൈലബിൾ ആണ്. ഏത് ഡിസ്ട്രിക്റ്റിൽ ചെന്നാലും വീടുകൾ ഇഷ്ടംമാതിരി. ഇപ്പോൾ പല ചെറുപ്പക്കാരും പുറത്തേക്ക് പോകുന്നതുകൊണ്ട് പ്രായമായിട്ടുള്ള ആൾക്കാർ മാത്രം താമസിക്കുന്ന വീടുകൾ നമ്മുടെ കേരളത്തിൽ പല സ്ഥലത്തും 100 കണക്കിന് വീടുകൾ വിൽക്കാനാണ്. വീട് മേടിക്കുന്നതിനകത്ത് വലിയ ബുദ്ധിമുട്ടുള്ള സംഗതിയല്ല. ഏറ്റവും ചീപ്പായിട്ട് മാർക്കറ്റ് റേറ്റിലും കുറച്ച് നമുക്ക് വേണമെങ്കിൽ വീട് മേടിച്ചെടുക്കാൻ പറ്റും. വീട് മേടിക്കുന്നത് നമ്മൾ താമസിക്കാനാണ്. പക്ഷെ നമുക്കൊരു ഇൻകം കിട്ടണമെന്നുണ്ടെങ്കിൽ വേറൊരു സെക്കൻഡ് വീട്ടിൽ, പുറം രാജ്യങ്ങളൊക്കെ ഉള്ള മാതിരി സെക്കൻഡ് വീട്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് വാടക മേടിച്ചെടുക്കുന്ന ഒരു ഒട്ടും അഡ്വൈസബിൾ അല്ല. അപ്പോൾ സെക്കൻഡായിട്ട് നിങ്ങൾ ചെയ്യുന്ന ഒരു കമേഴ്ഷ്യൽ ബിൽഡിങ്ങിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മന്ത്ലി റിട്ടേൺ കിട്ടുന്ന ഒരു ഇതില നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ. പ്രോപ്പർട്ടി തന്നെ ഒരു കടമുറിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബിൽഡിങ്ങിൽ ഒരു ചെറിയ ഗോഡൗണോ അങ്ങനെ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മാസം ഒരു റിട്ടേൺ കിട്ടിക്കൊണ്ടിരിക്കും. നിങ്ങൾ മുടക്കുന്ന കാശ് വെറുതെ പ്രോപ്പർട്ടി ഇട്ടാൽ അതിനകത്ത് യാതൊരു റിട്ടേണും, ചുമ്മാ പുല്ല് വളർന്ന് കാട് പിടിച്ച് കിടക്കുന്നല്ലാണ്ട് അതിനകത്ത് ഒരു റിട്ടേണും കിട്ടില്ല. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്തെങ്കിലും മാസവാടക കിട്ടുന്ന എന്തെങ്കിലും ഒരു കമേഴ്ഷ്യൽ ഇതിനകത്ത് വേണം ഇൻവെസ്റ്റ് ചെയ്യാൻ എന്നുള്ളതാണ് എൻ്റെ അഡ്വൈസ്.